பூனை போட்டு கடந்த ஒரு 10 நாட்களே ஆனது இந்த பூனை அப்பொழுது அந்த பூனையுடைய வீட்டுடைய உரிமையாளர் தற்போது அந்த வளர்ப்பு பிராணியை தற்போது இங்கிருந்து எடுத்துக்கொண்டு பாதுகாப்பு முகாமுக்கு செல்கிறார். தொடர்ந்து இந்த பகுதியில் மக்களே பாதிப்பு தற்போது இந்த சொன்னபடி இது ஒரு விலங்காக நாங்கள் பார்க்கவில்லை. இது எங்க வீட்டுல ஒரு மகனாகவும் ஒரு மகளாகவும் தான் இதை நாங்கள் பார்த்து கொண்டிருக்கிறோம். அதனால இதை உயிரை காப்பாற்றுவதற்காக இதை தன்னுடைய உறவினர் வீட்டுக்கு சென்று பத்திரமாக பாதுகாத்து வளர்ப்பதற்காக இந்த நடைமுறையை பின்பற்றியுள்ளார். 96 45 211 066 066. സന്തോഷ്. പൂച്ചകളായിട്ട് ഇത് എൻ്റെ വീട്ടിൽ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇടിഞ്ഞ് അന്ന് ഇവിടുന്ന് പോയതാണ്. പോയിട്ട് ഇതിനൊന്നും കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ പ്രസവിച്ച് കിടക്കായിരുന്നു. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ അവിടെ പോയി 2-3 ദിവസമായിട്ട് ഇങ്ങോട്ട് വന്ന് ഫുഡെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഇതിൻ്റെ മൃഗസംരക്ഷണ വകുപ്പുകാർ പോയിട്ട് ഗ്ലൂക്കോസൊക്കെ കൊടുത്ത് വന്ന് പിന്നെ അവർ ഇന്നലെ ഫുഡ് അവർ കൊടുത്തിരുന്നു അവിടെ. ഇന്ന് ഞാൻ രാവിലെ വന്നു. ഇനി ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരവില്ല, ആവശ്യം ബുദ്ധിമുട്ടാണ്. വണ്ടിയൊന്നും വിടുന്നില്ലല്ലോ. അവിടെ നീലിക്കാപ്പ് പറഞ്ഞ സ്ഥലത്തുനിന്ന് അട്ടമല വരെ നടക്കണം. 4 കിലോമീറ്ററോളം ഉണ്ടായി. അത് വളരെ ബുദ്ധിമുട്ടായി തോന്നുക. ടയർഡായി പോവുകയാണ്. പിന്നെ ഇവിടെ വന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് വേറൊന്നും ചിന്തിക്കാൻ തോന്നുന്നില്ല. ഇവിടെ അല്ല ഈ കാണുന്നിടത്തൊക്കെ നമ്മളെ സുഹൃത്തുക്കളും കുടുംബക്കാരും കൂട്ടക്കാരും ഒക്കെ ഉണ്ടായിരുന്നാണ്. എല്ലാവരും പോയി. ഇത് ഈ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ എന്തോ ഒരു വയ്യാണ്ടാവുക. എൻ്റെ വീട് അട്ടമല. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം. ഞാൻ അന്ന് ഉരുൾപൊട്ടുന്ന അന്ന് വൈകുന്നേരം ഇവിടുന്ന് പോയി. ഇവിടെ നമ്മളോട് പറഞ്ഞിരുന്നു, മഴയാണല്ലോ, നല്ല മഴയായതുകൊണ്ട് പിന്നെ മാറാൻ വേണ്ടി പറഞ്ഞിരുന്നു. പഞ്ചായത്ത് നിന്ന് പറഞ്ഞിരുന്നു. ഇവിടെ പിന്നെ കുറെ അറിയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നമുക്കറിയാലോ. ഇവിടെ ഇപ്പോൾ അന്ന് അങ്ങനെ മഴയായിരുന്നു. അന്ന് ഞാൻ അമ്മയും പെങ്ങളൊക്കെ എൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് മാറ്റിയിട്ട് ഞാനും വൈഫും പിള്ളേരും കൂടി വൈഫിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അപ്പോൾ അന്ന് രാത്രി വൈഫിൻ്റെ വീട്ടിലെ വെള്ളം കയറി. അവിടെ അടുക്കളകളിലും സിറ്റ് ഔട്ടിലൊക്കെ ഫുൾ വെള്ളം കയറിയിട്ട് അവിടെ ഞങ്ങളൊരു ക്യാമ്പിലേക്ക് മാറ്റി. ആ വെള്ളം കയറി നിൽക്കുമ്പോഴാണ് ഇവിടുന്ന് വിളിച്ച എൻ്റെ സുഹൃത്തുണ്ട്, ഒരു ദിലീപ് എന്ന് പറഞ്ഞ സുഹൃത്ത്. അവൻ വിളിച്ച് പറഞ്ഞിട്ട് ആ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് പൊട്ടിയിട്ട് വീടൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഒരു കുന്നിൻ്റെ മേലെ നിൽക്കുകയാണ്, നീ ആരെങ്കിലും വിളിച്ച് അറിയുന്നവരാരെങ്കിലൊക്കെ വിളിച്ച് പറയുമെന്ന് പറഞ്ഞു. ഞാൻ അടുത്തുള്ള നമ്മൾ ആ ബൈപ്പാസുള്ള അടുത്തുള്ള ഒരു പയ്യനോട് പറഞ്ഞു. അവൻ ഗ്രൂപ്പിലൊക്കെ വിട്ടിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ആൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമുക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, എത്രത്തോളം ഭീകരത ഉണ്ട് ഇവിടെ എന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഇങ്ങ് വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പം വന്നിട്ട് ഇവനെ കൊണ്ടുപോകാനുള്ള വിള കൊണ്ടുപോകാനുള്ള ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നിപ്പോൾ എന്തായാലും കുറേ ഫ്രീ ആയല്ലോ, പോകാനും വരാനൊക്കെ ഉള്ള കുറേ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞപ്പോൾ കൊണ്ടുപോകാൻ വെച്ചു. ഞാൻ വളർത്തുന്ന പൂച്ചയാണ്. പ്രസവിച്ച് കിടക്കുകയാണ്. 3 പേരുണ്ട്. അവിടെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീടിനൊന്നും പറ്റിയില്ല. വീട് നമ്മൾ അങ്ങോട്ട് അധികം ഒന്നും പറ്റിയില്ല. റോഡ് പോയി എന്ന് മാത്രമേ ഉള്ളൂ. വീടുകളൊന്നും പറ്റിയില്ല. വീട്ടിൽ വേറെ മൃഗങ്ങളൊന്നുമില്ല. അടുത്തൊക്കെ ഉണ്ട്, കുറേ പൂച്ചകളൊക്കെ ഉണ്ട്. പിന്നെ നാടൻ പൂച്ചകളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ അവരൊന്നും നമ്മൾ വിളിച്ചാൽ വരില്ലല്ലോ. ഇപ്പം ഞാൻ പോകുമ്പോൾ കുറച്ച് ഫുഡ് കൊടുന്നു, ചപ്പാത്തി കിട്ടിയിരുന്നു, അത് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ല, ഞാൻ വൈഫ് ഹൗസിലേക്ക് മാറി. ഇപ്പോഴൊന്നും പറ്റും തോന്നുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇതെല്ലാം കഴിയണ്ടേ. നമ്മൾ പോയിട്ട് റോഡൊന്നും ശരിയാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. പിന്നെ കടകളൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് മേപ്പാടിയിലേക്ക് പോകണം. 12-13 കിലോമീറ്റർ ദൂരമല്ലേ. അപ്പം എന്തായാലും ഇവിടെ എല്ലാം ഒന്ന് ക്ലിയർ ആയാലേ വരാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. കുറച്ച് പേരൊക്കെ ഒരു പകുതി പേര് രക്ഷപ്പെട്ടു, പകുതി പേര് പോയി. ഇപ്പം നമ്മളെ മുണ്ടക്കായിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കുറേ പേര് പോയി. എല്ലാവരും നമ്മളെന്നും കാണുന്നവരാണ്. ഈ കടയിൽ ഈ ഇവിടെ ഞങ്ങൾ കൂടൽ എല്ലാവരും വന്ന് അവിടെ നിന്ന് കൂടൽ വർത്താനം പറയൽ ചിരിക്കലൊക്കെ ഉണ്ടായി എല്ലാം പറഞ്ഞ് പങ്കുവെച്ച് പോകുന്നൊരു നാടുമാണിത്. പരസ്പരം ആരോടും ദേഷ്യമോ ഒന്നുമില്ലാതെ പരാതിയോ പരിവോ ഇല്ലാണ്ട് പോകുന്നൊരു നാടായിരുന്നു. നാട് മൊത്തം ഏകദേശം തുടച്ചു പോയി. ഇനിയിപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അട്ടമല നല്ല നമ്മളവിടേക്ക് കാര്യമായിട്ട് നല്ല നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് ഒന്നും നാശനഷ്ടങ്ങളൊന്നുമില്ല. ഈ പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വഴീൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. നമ്മളവിടെ ഒരു 10-24 കുടുംബമുണ്ട്, അവർക്കൊന്നൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ ഇത് കാണുമ്പോൾ നമ്മളിതിൽ എന്താ പറയുക, വാക്കുകളില്ല പറയാൻ. ഇങ്ങോട്ട് വരാൻ തന്നെ
ഒരു മനസ്സ് അനുവദിക്കുന്നില്ല. ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് കൂടുതൽ ടെൻഷൻ ആവുന്നത്. ഞാൻ വന്നിട്ട് വേഗം ഇതിനെടുത്ത് പോകാന്നുള്ള ഇതിലാണ് വന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും ഈ മാധ്യമ പ്രവർത്തകർ വന്ന് പറയുമ്പോൾ എങ്ങനെ അവരോട് സംസാരിക്കാണ്ട് പോവുക? അതുകൊണ്ട് അങ്ങനെ നിൽക്കുവാണ്. ഉണ്ട് എമി എന്ന് വിളിച്ചാൽ മതി, ഇവിടെ നോക്കും. ഇവർക്ക് ഞങ്ങൾ ഓരോരുത്തരെ അറിയാം. ഞങ്ങൾ ഓരോരുത്തരെ പറഞ്ഞാൽ തന്നെ അവർക്ക് ഞങ്ങളെ വീട്ടിൽ ഇപ്പോൾ 2 വർഷത്തോളമായി. ലൈവ് വരുമ്പോൾ കയറുവേ കേട്ടോ. ഹലോ, എന്നെ എന്നിലേക്ക് പോകാം. കാരണം അത് പൂച്ചക്കുഞ്ഞെ രക്ഷിച്ചു വിഷയമാണ്. നല്ല സംഭവമാണ്. എന്നോട് കണക്ട് ചെയ്യും കേട്ടോ. ഇത് വെള്ളത്തിൽ വീണിരുന്നോ? ഇല്ല, കുഴപ്പമില്ലായിരുന്നു അല്ലേ? നമ്മളെ വീട്ടിലവിടെ വെള്ളം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അവിടെ കുടുങ്ങി കിടക്കുമായിരുന്നോ? ഇല്ല, അത് വീട്ടിലാണല്ലേ. അതിനിപ്പോ എങ്ങോട്ട് കൊണ്ടുവന്നേ? ഇപ്പൊ ഞാൻ എന്റെ വൈഫ് ഹൗസിലേക്ക് കൊണ്ടുപോകും. ഞങ്ങളെല്ലാവരും അവിടെയാണ്. ചേട്ടന്റെ വീട് സേഫാണ്? ഇപ്പോൾ സേഫാണ്. പൂച്ച വീട്ടിലുണ്ടായിരുന്നില്ലേ? പൂച്ച വീട്ടിൽ ഇവിടെ എത്തി രക്ഷിക്കാൻ ആദ്യം സാധിച്ചില്ലല്ലേ? കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അന്നതായിരുന്നു അവിടുന്ന് വന്നിട്ടേ കാണുമ്പോൾ വളരെ ചെറിയ വീട് കാണുമ്പോൾ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിനകത്ത് ഭീമമായ ഒരു ക്വാണ്ടിറ്റിയിലും മണ്ണും കല്ലും അവിടെ വന്നിട്ടുണ്ട്. ഇത്രയും വലിയ ഈ സംഭവം എന്താ പറയുക, ഇതിന്റെ സമീപത്ത് നിൽക്കുന്നത് ഓടി വന്നത് നമ്മൾ കാണാണ്ടാകുന്നൊരു വേവലാതി വരുത്തുണ്ടാവുമല്ലോ. കാണാൻ നമുക്ക് ഓരോ ടി വി ഒരു കട്ടൻ ചായയും 2 ബിസ്ക്കറ്റും വന്നിട്ട് ഒരു വിഷമോ അതോടെ കൊണ്ട് സേഫായി വെച്ചിട്ട് ഫുഡ് കഴിക്കില്ല. വളരെ രക്ഷപ്പെട്ടു. അവിടെ പ്രസവിച്ചടക്കുമായിരുന്നു. അതുകൊണ്ട് കൊണ്ടാൻ ಅನುಕ್ಷಣದ ಸುದ್ದಿಗಳಿಗಾಗಿ ವಿಸ್ತಾರ ನ್ಯೂಸ್ ಯೂಟ್ಯೂಬ್ ಚಾನೆಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ. ಹೊಸ ಸುದ್ದಿಗಳ ನೋಟಿಫಿಕೇಶನ್ಗಾಗಿ ಬೆಲ್ ಐಕಾನ್ ಕ್ಲಿಕ್ ಮಾಡಿ. ಲೇಟೆಸ್ಟ್ ಅಪ್ಡೇಟ್ಸ್ಗಾಗಿ www.vistaranews.com ವೆಬ್ಸೈಟ್ಗೆ ವಿಸಿಟ್ ಮಾಡಿ. ಅಂಗೈಯಲ್ಲೇ ಜಗತ್ತಿನ ಸುದ್ದಿ ತಿಳಿಯಲು ವಿಸ್ತಾರ ನ್ಯೂಸ್ ಕನ್ನಡ ಆಪ್ ಡೌನ್ಲೋಡ್ ಮಾಡಿ.